ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം കുറെ കൂടെ ശക്തിപ്പെടുന്ന ദിവസങ്ങളാണ്. എന്നോടടുത്ത് വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരാം എന്ന കർത്താവിൻ്റെ വചനം അതേ നമ്മളോട് പറയാറുണ്ടല്ലോ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള എഴുതിയ ഒരു ഗാനം. നമ്മുടെ കർത്താവ് പതിനായിരങ്ങളിൽ സുന്ദരനാണ്. സ്തോത്രം. കോടി കോടി സൂര്യനേക്കാൾ ശോഭയുള്ളവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തേജസ്സിനെക്കുറിച്ചും നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും അനന്തരം ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, മരിച്ചുപോയ വിശുദ്ധന്മാർ കർത്താവിൻ്റെ വരവിൽ എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്, ഇതിനെല്ലാം കൂടെ ചേർത്തിണക്കി ദൈവം നൽകിയൊരു ഗാനം പാടിയതിന് ശേഷം വചനത്തിൽ ശുശ്രൂഷിക്കാം. കോടി കോടി സൂര്യനേക്കാൾ ശോഭയുള്ള യേശുവേ, നിൻ തേജസ്സിൻ പൊന്മുഖം ഞാൻ എന്നു കാണുമോ? അമഹാനൽ സുദിനം എന്നാകുമോ? അമഹാനൽ സുദിനം എന്നാകുമോ? കോടി കോടി സൂര്യനേക്കാൾ ശോഭയുള്ള യേശുവേ, നിൻ കോടി കോടി സൂര്യനേക്കാൾ ശോഭയുള്ള യേശുവേ, നിൻ തേജസ്സിൻ പൊന്മുഖം ഞാൻ എന്നു കാണുമോ? അമഹാനൽ സുദിനം എന്നാകുമോ? അമഹാനൽ സുദിനം എന്നാകുമോ? ആർത്തിയോടെ കാത്തിടുന്നേ നിൻ വരവിൽ നിൻ വിശുദ്ധർ, ആർത്തിയോടെ കാത്തിടുന്നേ നിൻ വരവിൽ നിൻ വിശുദ്ധർ, വൈകിടാതെ വന്നിടണേ വാനമേഘത്തിൽ, വൈകിടാതെ വന്നിടണേ വാനമേഘത്തിൽ, വൈകിടാതെ വന്നിടണേ വാനമേഘത്തിൽ. അന്നുലകിൽ മനുജരെല്ലാം വല്ലാതെ നടുങ്ങിടുമേ. അന്ന് ഈ ഭൂമിയിലായിരിക്കുന്ന ആളുകളുടെ അവസ്ഥയാ പറയുന്നത്. കർത്താവിന്റെ മക്കൾ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ ജനലക്ഷങ്ങളെ കാണാതായി എന്നുള്ള വാർത്ത സകല മാധ്യമങ്ങളിലും വരും. അന്ന് സകല മനുഷ്യർക്കും ഭയമുണ്ടാകും എന്നുള്ളതാണ്. അന്നുലകിൽ മനുജരെല്ലാം വല്ലാതെ നടുങ്ങിടുമേ, അന്നുലകിൽ മനുജരെല്ലാം വല്ലാതെ നടുങ്ങിടുമേ, തേജസ്സിൻ രൂപികളായി പോയിടും നമ്മൾ, തേജസ്സിൻ രൂപികളായി പോയിടും നമ്മൾ. നാം അവനെ എങ്ങനെ കാണുന്നു അവനോട് സദൃശന്മാരായിത്തീരും. ആ കരങ്ങളെ ഉയർത്തി നന്ദിയോട് സ്തോത്രം ചെയ്താണ്. അന്നുലകിൽ മനുജരെല്ലാം വല്ലാതെ നടുങ്ങിടുമേ, തേജസ്സിൻ രൂപികളായി പോയിടും നമ്മൾ, തേജസ്സിൻ രൂപികളായി പോയിടും നമ്മൾ, തേജസ്സിൻ രൂപികളായി പോയിടും നമ്മൾ. കോടി കോടി സൂര്യനേക്കാൾ ശോഭയുള്ള യേശുവേ, നിൻ തേജസ്സിൻ പൊന്മുഖം ഞാൻ എന്നു കാണുമോ? ആഗമഹാനൽ സുദിനം എന്നാകുമോ? അമഹാനൽ സുദിനം എന്നാകുമോ? മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് എന്ത് സംഭവിക്കും? ജീവനോടിരിക്കുന്ന ദൈവമക്കൾക്ക് എന്ത് സംഭവിക്കും?
മൺമറഞ്ഞ നിൻ വിശുദ്ധർ ഒന്നടങ്കം ഉയർത്തിയിടുമേ. മൺമറഞ്ഞ നിൻ വിശുദ്ധർ ഒന്നടങ്കം ഉയർത്തിയിടുമേ. എണ്ണമറ്റ ദൂതരോട് ചേർന്നു വാഴുവാൻ, എണ്ണമറ്റ ദൂതരോട് ചേർന്നു വാഴുവാൻ, എണ്ണമറ്റ ദൂതരോട് ചേർന്നു വാഴുവാൻ. മൺമറഞ്ഞ നിൻ വിശുദ്ധർ ഒന്നടങ്കം ഉയർത്തിയിടുമേ. ചേർന്ന് പാടാം. മൺമറഞ്ഞ നിൻ വിശുദ്ധർ ഒന്നടങ്കം ഉയർത്തിയിടുമേ. എണ്ണമറ്റ ദൂതരോട് ചേർന്നു വാഴുവാൻ, എണ്ണമറ്റ ദൂതരോട് ചേർന്നു വാഴുവാൻ, എണ്ണമറ്റ ദൂതരോട് ചേർന്നു വാഴുവാൻ. ഒരിക്കൽ കൂടെ. മൺമറഞ്ഞ നിൻ വിശുദ്ധർ ഒന്നടങ്കം ഉയർത്തിയിടുമേ. മൺമറഞ്ഞ നിൻ വിശുദ്ധർ ഒന്നടങ്കം ഉയർത്തിയിടുമേ. എണ്ണമറ്റ ദൂതരോട് ചേർന്നു വാഴുവാൻ, എണ്ണമറ്റ ദൂതരോട് ചേർന്നു വാഴുവാൻ, ദൂതരോട് ചേർന്നു വാഴുവാൻ. ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ അബുദാബി മാറാനാഥ ദിവസഭയിൽ കടന്നു വന്ന് നിങ്ങളോടുകൂടെ ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചതിനായി ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തെ തിരുവെഴുത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 35 വേഴ്സ് 13. പ്രൈസ് ഗോഡ്. 35-ാമത്തെ അധ്യായം 13-ാമത് വാക്യം ഉൽപ്പത്തി പുസ്തകം. അവനോട് സംസാരിച്ച സ്ഥലത്തു നിന്ന് ദൈവം അവനെ വിട്ടു കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അവനോട് സംസാരിച്ച സ്ഥലത്തു നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി. ഇത് യാക്കോബിനോടുള്ള ബന്ധത്തിലുള്ള വേദഭാഗമാണ്. സംസാരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇന്നലകളിൽ ദൈവം വ്യത്യസ്ത മുഖാന്തരങ്ങളിലൂടെ നമ്മോട് ഇടപെട്ടു. പ്രൈസ് ഗോഡ്. വചനത്തിലൂടെ ഇടപെട്ടു, ആത്മനിയോഗത്തിലൂടെ ഇടപെട്ടു, ദർശനങ്ങളിലൂടെ ഇടപെട്ടു, സ്വപ്നങ്ങളിലൂടെ ഇടപെട്ടു. ഈ ഹോളിൽ വന്നിരിക്കുന്ന എല്ലാവരുടെയും അന്തരാത്മാവിൽ ഒരു ബോധ്യമുണ്ട്. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ഓ എന്നെ അടുത്തറിയുന്ന ഒരു ദൈവമുണ്ട്. യേശുവിൻ്റെ രക്തം ജയം. ദൈവഗുരു പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകത്തിൽ ഇരിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം ഇവിടെയുണ്ട്. പാടിയ പാട്ട് പിന്നീട് കേട്ട് പാടി യോഗത്തിനും പാടണം കേട്ടോ. പ്രൈസ് ഗോഡ്. പ്രത്യാശാ ഗീതങ്ങളാണ്. ഇന്ന് സംസാരിക്കുന്നവർ ദൈവം സംസാരിക്കുമോ? സംസാരിക്കും. ദൂരത്തു നിന്ന് സംസാരിക്കുന്നത് പോലെ തന്നെ അടുത്തു വന്നും സംസാരിക്കും. ചിലപ്പോൾ ദൈവം അകലെ നിന്ന് സംസാരിക്കും, എന്നാൽ ദൈവം അടുത്തു വന്നും സംസാരിക്കും. ഒരാളോട് നമ്മൾ അടുക്കുന്നത് എപ്പോഴാണ്? ആള് ശരിയാണോ എന്നറിയുമ്പോഴാണ്. ബന്ധം ശക്തിപ്പെടുമ്പോഴാണ് ഹൃദയം തുറന്ന് സംസാരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ആളുകളെ പഠിച്ചു വരികയാണ്. ദൈവം നമ്മളോട് ഇടപെടുന്നു. എങ്ങനെയൊക്കെ? വ്യത്യസ്തമായ മുഖാന്തരങ്ങളിലൂടെ. ദൈവ ശബ്ദം കേട്ടവരാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. അക്ഷരികമായി ദൈവം സംസാരിക്കുമോ? നിശ്ചയമായി സംസാരിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ കർത്താവിൻ്റെ വേലയിൽ മിഷണറി പ്രവർത്തനത്തിലായിട്ട് 40 വർഷം കഴിയുന്നു. സ്തോത്രം. അനേക വിധങ്ങളിൽ എൻ്റെ കർത്താവ് എഴയായി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് ദർശനങ്ങളിലൂടെ, വചനത്തിലൂടെ, ആത്മനിയോഗത്തിലൂടെ, സ്വപ്നത്തിലൂടെ ഒക്കെ സംസാരിച്ചത് കൂടാതെ അക്ഷരികമായി കാതിൽ ദൈവശബ്ദം കേട്ട അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. സ്ട്രോക്ക് വന്ന് ഞാൻ എൻ്റെ വൈഫിനെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടിരുത്തുമ്പോൾ ദൈവം എന്നോട് അക്ഷരികമായി കാതിൽ മുഴക്കിയ ശബ്ദമുണ്ട്. സ്തോത്രം. കിടപ്പിലായ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം വളരെ സ്പഷ്ടമായി കേട്ട സമയമുണ്ട്. ഞങ്ങളുടെ തിയോളജിക്കൽ സെമിനാരിയുടെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന അതേ TG കോശ് സാറ് താനെ കിടപ്പിലായ സമയത്ത് അന്ന് ഒരു ദിവസം ഞാനും ഡോക്ടർ KM മാത്യു സാറും കൂടെ ഞങ്ങളുടെ സെമിനാരിയുടെ സ്റ്റുഡിയോയിൽ ഓൺലൈൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള
അതേ ഷൂട്ടിംഗ് നടക്കുകയാണ്, ക്ലാസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങളുടെ അതേ സെമിനാരിയുടെ പ്രിൻസിപ്പൾ വിളിച്ച് ഡോക്ടർ അനി മാം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ പെട്ടെന്ന് ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. അനേക സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഞാനും മാത്യു സാറും കൂടെ ഒരുമിച്ച് ഇങ്ങനെ മുഴങ്കാലിലിരുന്ന് ഞങ്ങൾ പ്രോഗ്രാം ഓഫ് ചെയ്ത് വെച്ച് മുട്ടുമേരുന്ന് കരയുകയാണ് ആയുസ്സിനെ ദീർഘമാക്കുവാൻ. പക്ഷേ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാതിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്, തികച്ചു തീർന്നു, മതി വരിക. പ്രൈസ് ഗോഡ്. തികച്ചു തീർന്നു, മതി വരിക. അനിമാമി ലൈനിലുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞ മാമേ, ഞാനൊരു ദൈവശബ്ദം കേട്ടു, തികച്ചു തീർന്നു, മതി വരിക. തീർന്നു മിനിസ്ട്രി, ഇനി കർത്താവ് വിളിക്കാൻ പോയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ദിവസം ആ പ്രിയപ്പെട്ടവൻ നിത്യതയിലേക്ക് ചേർക്കപ്പെടാനിടയായി. അപ്പൊ ദൈവം സംസാരിക്കുമോ? വ്യക്തമായി സംസാരിക്കും, ഇടപെടും. ഇന്ന് രാത്രിയിലും നിന്റെ വിഷയത്തിന് വേണ്ടി, ഞരങ്ങുന്ന വിഷയത്തിന് വേണ്ടി, ഞെരുങ്ങുന്ന വിഷയത്തിന് വേണ്ടി, ആദിയെരിയുന്ന വിഷയത്തിന് വേണ്ടി, അങ്കലാപ്പിലായിരിക്കുന്ന വിഷയത്തിന് വേണ്ടി, നടുക്കുന്ന വിഷയത്തിന് വേണ്ടി, നിന്നെ നീറ്റുന്നുവ പോലെ നീറ്റുന്ന വിഷയത്തിന് വേണ്ടി ഇന്ന് രാത്രിയിലും ദൈവത്തിന് ഇടപെടാൻ പറ്റും. സഹോദരങ്ങളെ, ദൈവത്തിന് ദൂരമൊന്നും വിഷയമല്ല. എത്ര മൈലുകൾക്കപ്പുറത്തിരുന്നാലും ഇവിടെ ആത്മനിയോഗത്താൽ ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥനയിലിടുകയാണ്. വലിയ ദൈവസാന്നിധ്യം ഞാൻ പിറകിൽ അനുഭവിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ ഒന്ന് നാം അറിയുന്നു, ഒരു മിഷണറി സഭയാണിത്. ഹല്ലേലൂയ. ഒരു ആത്മഭാരമുള്ള ജനത ഇതിൻ്റെ പിറകിലുണ്ട്. ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കാഴ്ചപ്പാടുള്ള ദൈവമക്കളെയും മിഷൻ ഫീൽഡിൽ കൈത്താങ്ങൽ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാത്മാവിന് സ്പേസ് ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ഇഷ്ടമാണ് ജീവിതത്തിലെ പ്രയോറിറ്റി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച് നീങ്ങുന്നവരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഈ യാക്കോബിൻ്റെ ലൈഫിൽ നിന്ന് 5 കൂട്ടം കാര്യങ്ങളാണ് സമയപരിധിക്കുള്ളിൽ നമുക്ക് ചിന്തിക്കാനായി ആഗ്രഹിക്കുന്നത്. ദൈവിക ഇടപെടൽ നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. 25-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, സ്തോത്രം, 23-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. 25-ാം അധ്യായം 23-ാം വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത്? മൂത്തവൻ അതേ ഇളയവനെ സേവിക്കുമെന്നൊരു അരുളപ്പാട്. സ്തോത്രം. അമ്മയുടെ തൻ്റെ മാതാവായ അതേ റബേക്കയുടെ ജീവിതത്തിൽ, സ്തോത്രം, തലമുറയില്ലാതിരുന്ന സന്ദർഭം. സ്തോത്രം. ആ കാലങ്ങളിൽ വേറെ ആരും പ്രാർത്ഥിക്കാൻ കൂടില്ല. അപ്പോൾ താനും തൻ്റെ കുടുംബം മാത്രമേ ഉള്ളൂ. ഇസ്ഹാക്കും റബേക്കയും മാത്രമേ ഉള്ളൂ. ദൈവസനിൽ ഞരങ്ങാൽ നാം തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്, താനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ന് രാത്രിയിൽ ഓർക്കണം, ജീവിത പങ്കാളി, സ്തോത്രം, തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന കേൾക്കുന്നു, ഗർഭം തുറക്കുന്നു, തലമുറയെ നൽകുന്നു. ഇന്ന് രാത്രിയിലും കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് താഴ്മയോട് ഓർപ്പിക്കാനുള്ളത്, ഭാര്യയുടെ വിഷയം വരുമ്പോൾ ജീവിത പങ്കാളി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഒഴിഞ്ഞു മാറി മറ്റുള്ളവരുടെ കയ്യിലേക്ക് വിഷയം കൊടുക്കുവാനല്ല. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമാണ് എങ്കിൽ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയിൽ കുടുംബത്തിൽ ദൈവപ്രവൃത്തി നടക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എൻ്റെ പ്രിയപ്പെട്ടവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി നടക്കുമെന്ന് വിശ്വസിക്കുന്ന സഹോദരിമാർ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ച്. പലപ്പോഴും നാം ഭവനത്തിലെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക് പലപ്പോഴും നമുക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോകുന്നു. കുടുംബത്തിൽ ഒരു വിഷയം വന്നാൽ ഒരുമനപ്പെട്ട് ദൈവസനിൽ മുട്ടുകുത്തണം. സ്തോത്രം. അവിടെ ദൈവപ്രവൃത്തി നിശ്ചയമായി നടക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ദീർഘനാളുകൾ കിടപ്പിലായ സമയത്ത് ഇങ്ങനെ ഞാൻ സ്ട്രോക്ക് വന്ന് കിടക്കുക. നീണ്ട നാളുകൾ കിടപ്പിലായിപ്പോയി. എൻ്റെ അതിവേദന സഹിക്ക വയ്യ. കാൽകരങ്ങൾ, ശരീരം മുഴുവൻ അതിവേദനയാണ്. ദീർഘ ദിവസങ്ങൾ വേദനയാണ്. കരച്ചിലിൻ്റെ ശബ്ദം മാത്രമേ മുറിക്കകത്തുനിന്ന് കേൾക്കാനുള്ളൂ.
ഒരു ദിവസം പ്രിയപ്പെട്ടവൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഇനി ഞാൻ നിന്നോട് പിണങ്ങത്തില്ല, കർത്താവേ എടുത്തോളാൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. സൗരന്മാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രൈസ് ഗോഡ്. അപ്പം ഞാനിങ്ങനെ അവളെ തട്ടി വെച്ചു, എന്നെ എടുക്കാനാണെന്ന് നീ പ്രാർത്ഥിക്കുന്നു, നിർത്ത് നിൻ്റെ പ്രാർത്ഥന. സ്തോത്രം. അപ്പം എന്നെ ഹഗ് ചെയ്തിട്ട് പറയാ, ചാച്ച എടുക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, വാസ്തവത്തിൽ ഈ വേദന കണ്ട് സഹിക്കാൻ വയ്യ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ എല്ലാവർക്കും ഒരു പരിധി ഉണ്ടല്ലേ, പക്ഷെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തട്ടാൻ തീയിലിട്ടിട്ട് എക്സ്കർഷന് പോകത്തില്ലല്ലോ. തീക്കകത്ത് വീണെങ്കിൽ അധികം വേദന പോകാതെ, എന്നാൽ പാകത്തിന് വെന്തേ മതിയാകൂ. ഒരു രൂപത്തിൽ നമ്മളെ പണിതെടുക്കണമെങ്കിൽ ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളി പോലെ അല്ലാതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ഊതിക്കഴിച്ചിരിക്കുന്നത്. പരിശോധനകളിലൂടെയാണോ എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ കടന്നു പോകുന്നത്? ദൈവത്തിൻ്റെ പണിപ്പുരയിലാണ് നിങ്ങളായിരിക്കുന്നത്. എന്നും ആ കഷ്ടത കാണത്തില്ല, എന്നും ആ വേദന കാണത്തില്ല, എന്നും ആ പരിശോധന കാണത്തില്ല. ഒരുപക്ഷെ തലമുറയിൽ നിന്നാകാം, ഒരുപക്ഷെ ജീവിത പങ്കാളിയിൽ നിന്നാകാം, ഒരുപക്ഷെ നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനത്തു നിന്നാകാം. ഏത് മേഖലയുമാകട്ടെ, കഷ്ടതയുടെ പിറകിൽ ഒരു ദൈവ ഉദ്ദേശമുണ്ട്. ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ദൈവം അറിയാതെയോ ദൈവം അനുവദിക്കാതെയോ ഒന്നും ഫേസ് ചെയ്യുന്നില്ല. ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാമോ? ആമേൻ. ഞാൻ നേരിടുന്നതെന്തും കണ്ണിനെ നിർമ്മിച്ചവൻ കാണുന്നു. ആമേൻ. ഹല്ലേലൂയ. ചെവിയെ നട്ടവൻ കേൾക്കുന്നു. നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഇന്ന് രാത്രിയിൽ നിന്റെ ഭാരമേറിയ വിഷയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പറ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? യെശയ്യാ 9:1 പറയുന്നു, കഷ്ടതയുടെ ദേശത്തിന് തിമിര നിൽക്കുകയില്ല. അവനിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടവും കൂടെ സഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 1 കൊരിന്ത്യർ 2:9 പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. സ്തോത്രം, സ്തോത്രം. തിരിച്ചു വരാം. യാക്കോബിനോടുള്ള ബന്ധത്തിലാണ് നാം അതേ ശ്രദ്ധിക്കാനായി കടന്നു പോകുന്നത്. അപ്പോൾ ഏറിയ കാലം തലമുറയില്ലാതിരുന്നിട്ട് പ്രാർത്ഥിച്ചുണ്ടായ തലമുറകൾ. സ്തോത്രം. അവൾ ഗർഭിണിയായപ്പോൾ ദൈവത്തോട് സങ്കടം പറയാൻ പോയി. ദൈവം അവളോട് ഇടപെടുകയാണ്, നിന്റെ ഉദരത്തിൽ നിന്ന് 2 ജാതികൾ പുറപ്പെടും. സ്തോത്രം. ആമേ. ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവശബ്ദം അവൾക്കുണ്ടാകുന്നു. എന്താണ്? ആമേൻ. 2 ജാതികൾ. അപ്പോൾ വാഗ്ദത്ത പ്രകാരമുള്ളതാണ്. ഇച്ചിരി താമസിച്ചു, അതിനർത്ഥം നടക്കത്തില്ലെന്നല്ല. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ ചോദ്യങ്ങൾ മാത്രം ദൈവത്തിന് ഉരുവിടുമ്പോൾ ദൈവത്തിന് പറയാനുണ്ട്, മക്കളെ, നിന്റെ അപ്പനായ ആമേൻ അബ്രഹാം ഇതുപോലെയായിരുന്നു. 24 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു വാഗ്ദത്ത സന്തതി വീട്ടിൽ വന്നത്. ഞാൻ അവനോട് സംസാരിച്ചു, 12-ൽ പരം സന്ദർഭങ്ങളിൽ ഇടപെട്ടു, പ്രത്യക്ഷതകൾ ഉണ്ടായി, അരുളപ്പാടുകൾ ഉണ്ടായി, ദർശനത്തിലൂടെ ഇടപെട്ടു, വിളിച്ചിറക്കിയെങ്കിലും ദീർഘവർഷങ്ങൾ വിശ്വാസയാത്രയായിരുന്നു. 17-ന്റെ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഞാൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. സ്തോത്രം. വാഗ്ദത്തം കയ്യിലെത്തുന്നതിന് മുമ്പ് ദൈവം ഒരു ഭക്തനായി പണിതെടുക്കുകയായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും താമസിച്ചു പോകുന്നെങ്കിൽ വിഷമിക്കരുത്. ആദ്യം നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്ലെസ്സിങ് ഒന്നുമല്ല ദൈവത്തിന് വലിയ വിഷയം. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ, ആമേൻ, മുളയ്ക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുളച്ചെങ്കിൽ, കൂടി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൂടി വന്നെങ്കിൽ, പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറന്നെങ്കിൽ, ചേർന്ന് സ്തോത്രം ചെയ്യണം കേട്ടോ. ആമേ. അതത് വിത്തുള്ള സസ്യങ്ങളെല്ലാം മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുളച്ചു വന്നെങ്കിൽ, എൻ്റെ ദൈവത്തിന്റെ ഒരു വാക്കിനാൽ എവരിത്തിങ്, എല്ലാം, കാണുന്നതെല്ലാം ദൈവം കൽപ്പിച്ചുണ്ടാക്കിയതാണ്. എന്നെ നിങ്ങളെ കൽപ്പിച്ചുണ്ടാക്കിയില്ല, അവൻ മെനഞ്ഞാണുണ്ടാക്കിയത്. അപ്പോൾ കൽപ്പിച്ചിരുന്നെങ്കിൽ ഭൂമി മുഴുവൻ മനുഷ്യരായി തീരുമായിരുന്നു. എന്നാൽ അങ്ങനെ ദൈവം ചെയ്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഓർക്കണം, നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ ദൈവത്തിനധികം സമയമൊന്നും വേണ്ട. നിന്റെ വിഷയം സെറ്റിൽ ചെയ്യാൻ ദൈവത്തിനധികം സമയമൊന്നും വേണ്ട. നിനക്ക് വേണ്ടി ഒരു വ്യക്തിയോട് ഇടപെടാൻ അധിക സമയമൊന്നും വേണ്ട. എന്നാൽ ഇന്ന് രാത്രി അവൻ ആഗ്രഹിക്കുന്ന അളവിൽ ഒരു ദൈവഭക്തനായി തീരണം, ഒരു ദൈവഭക്തയായി തീരണം. അവനെ ഇടമുറിയാതെ സേവിക്കണം. ആ ആത്മബന്ധത്തിലേക്ക്
ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. അക്കരങ്ങളെ അടിച്ച് അല്പനേരം നമുക്ക് ദൈവത്തിന് മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി നിന്റെ ഭൗതിക വിഷയം ദൈവത്തിന് വിഷയമല്ല. ചോദിക്കുന്നതിലും നിനക്കുന്നതിലും ഹല്ലേലൂയ അത്യന്തം പരമായി പ്രവർത്തിക്കാൻ യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. 25-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം ശ്രദ്ധിക്കുന്നത്, തൻ്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. സഹോദരങ്ങളെ, കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, പരസ്പരം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രത്യേകം സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എടുത്തോളാൻ പ്രാർത്ഥിച്ച എൻ്റെ പ്രിയപ്പെട്ടവൾ പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയാ, ചേച്ചാ ഞാനൊരു വെളിപ്പാട് കണ്ടു. ഞാൻ എന്തു വെളിപ്പാട്? പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടന്നു വരുന്നത് ഞാൻ കാണുന്നു. അന്ന് രാത്രി ദൈവം എന്നെ സൗഖ്യമാക്കി. രാത്രിയിലേഴയായി എനിക്ക് ആരോഗ്യത്തോടെ നിങ്ങളുടെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ വചനം പങ്കുവയ്പ്പാനിടയായി തീർന്നതിന്റെ പിറകിൽ അവൻ നമ്മെ എഴുന്നേൽപ്പിച്ചത് കൊണ്ടാണ്. പരസ്പരം പ്രാർത്ഥിക്കുന്ന ജീവിത പങ്കാളികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. 26-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അപ്പൻ ദൈവശബ്ദം കേൾക്കുന്നതായി നമ്മൾ കാണുന്നു. ഒരാൾക്ക് വായിക്കാം. യെസ്. പ്രൈസ് ഗോഡ്. അവിടെ ഒരു യാഗപീഠം പണിയുന്നു. അപ്പൊ ശ്രദ്ധിക്കണേ, പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ, പിന്നെ അതെ ദൈവശബ്ദം കേൾക്കുന്ന ഒരപ്പൻ. 26:12 വായിക്കുന്നത്, ദൈവം പറയുന്നു, നീ ഇവിടെ നിന്ന് പോകരുത്, ഇവിടെ താമസിക്കണം. സ്തോത്രം, സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു ഇസഹാക്കാണ് യാക്കോബിന്റെ പിതാവ്. സ്തോത്രം. 2, ദൈവശബ്ദം അനുസരിച്ച് സറൗണ്ടിങ് മുഴുവൻ നെഗറ്റീവാ. ശ്രദ്ധിച്ച് കേൾക്കണേ. സാഹചര്യം മുഴുവൻ എന്താ? ഞെരുക്കമാ. ശ്രദ്ധിച്ച് കേൾക്കണം ദൈവമക്കളെ. സ്തോത്രം. പക്ഷേ ദൈവശബ്ദം ഇസഹാക്കിനുണ്ടായത്, നീ ഇവിടെ താമസിക്കണം. നിരാത്രിയിലും നിയോഗപ്രകാരം ചില സന്ദർഭങ്ങളിൽ നിന്റെ സിറ്റുവേഷൻ എല്ലാം വളരെ ബാഡാണെങ്കിലും ആരാധന വിട്ടുപോകരുത്, കൂട്ടായ്മ വിട്ടുപോകരുത്. ഇവിടെ പാർക്ക എന്ന് ദൈവാത്മാവിനോ നിന്നോട് ഇടപെട്ടെങ്കിൽ ഒരു കൂട്ടം പ്രാർത്ഥിക്കുന്ന വലയത്തിനകത്ത് നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ടാകും. കരകളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ പാർക്ക എന്ന് ദൈവം പറഞ്ഞപ്പോൾ അവനാ അരുളപ്പാട് അനുസരിച്ചു. അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്ന അപ്പൻ റിസൾട്ട് എത്ര? 30% ആണോ 60% ആണോ? അല്ല, 100 മേനി. ക്ഷാമം ചുറ്റുവട്ടം നടക്കുമ്പോൾ അരുളപ്പാട് ലഭിച്ചവൻ കൈവച്ചതിൽ വിളവുണ്ടായെന്ന്. കേൾക്കുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. സിറ്റുവേഷൻ ഇടത്തും വലത്തുമെല്ലാം ആമേ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ മാനുഷ്യ കണ്ണുകൊണ്ടും ഒക്കെ നോക്കുമ്പോൾ സംഗതി എല്ലാം കുഴപ്പടിയാ. പക്ഷേ ദൈവശബ്ദം കേൾക്കുന്ന ദൈവ പൈതൽ അതിശയമായി നടത്തപ്പെടും, അത്ഭുതകരമായി നടത്തപ്പെടും. വഴിയില്ലാത്തടത്ത് അത്യുന്നതൻ നിനക്ക് വാതിൽ വെട്ടി തുറക്കാം. ആമേ കൊടുക്കാത്തവനോട് കൊടുക്കാൻ പറയും. ആമേ ഉറവില്ലാത്തടത്ത് ഉറവ തുറന്നു വരുവാൻ ദൈവത്തിന് കഴിയുമെന്നേ. ഹല്ലേലൂയ. മൂന്നാമതായി നമ്മൾ 26:5 വായിക്കുന്നത്, അവിടെ താൻ എന്ത് ചെയ്യുന്നു? ഒരു യാഗപീഠം പണിയുന്നു, ആരാധിക്കുന്നു. സ്തോത്രം. അപ്പോൾ 3 കാര്യം അപ്പന് പ്രത്യേകതയുണ്ട്. 1, പ്രാർത്ഥിക്കുന്ന അപ്പൻ, പ്രാർത്ഥനാ ജീവിതമുള്ള അപ്പൻ. 2, ദൈവത്തെ അനുസരിക്കുന്ന പിതാവ്. സ്തോത്രം. 3, അതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പിതാവ്. ശ്രദ്ധിക്കണേ എൻ്റെ വാത്സല്യ സഹോദരന്മാരെ, അടുത്ത തലമുറയ്ക്ക് കാണാൻ കഴിയേണ്ടത് എൻ്റെ മമ്മ പ്രാർത്ഥിക്കുന്ന ഒരു മമ്മയാണ്. ചേർന്നൊരാമീൻ പറയാമോ? എൻ്റെ പപ്പ പ്രാർത്ഥിക്കുന്ന ഒരു പപ്പയാണ്. സ്തോത്രം. എൻ്റെ മാതാവും പിതാവും ആരാധിക്കുന്ന മാതാപിതാക്കളാണ്. ആമേ. എൻ്റെ മാതാപിതാക്കൾ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന മാതാപിതാക്കളാണ്. ഇന്ന് രാത്രി എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പാളിച്ച സംഭവിച്ചെങ്കിൽ, വീഴ്ച സംഭവിച്ചെങ്കിൽ, പിന്മാറ്റം സംഭവിച്ചെങ്കിൽ, ഏത് അധമാവസ്ഥയിൽ നിന്നും അനുദപിക്കുന്നവനെ പൊക്കിയെടുത്ത് തിരികെ കൊണ്ടുവന്ന്
സ്തോത്ര 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 സ്തോത്രം. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപ ഓ ശോഭിതാ നീതി വസ്ത്രം ശോഭിതാ നീതി വസ്ത്രം ആഭരണമായി നൽകി. ഓ യേശു എൻ അടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. പാടാൻ ആഗ്രഹമുണ്ട്, സമയം ചുരുക്കമാണല്ലോ. 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, നാം യാക്കോബിൻ്റെ പുറപ്പാട് കാണുന്നു. 27:1 നാം ഇങ്ങനെ വായിക്കുന്നു, അതെ, ഇസഹാക്ക് വൃദ്ധനായി, പിന്നെ അവൻ്റെ കണ്ണ് കാൺമാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ. സ്തോത്രം. അപ്പനൊരാഗ്രഹം, അപ്പച്ചന് ദർശനമുണ്ട്, പ്രാർത്ഥനാ ജീവിതമുണ്ട്, ദൈവശബ്ദമുണ്ട്, ദൈവത്തോടു കൂടെയുള്ള ജീവിതമുണ്ട്. ശ്രദ്ധിക്കണേ. സ്തോത്ര 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 സ്തോത്രം. പണ്ട് വെള്ളിമലയിൽ ഒരപ്പച്ചനുണ്ടായിരുന്നു. ആ അപ്പച്ചന് സ്തോത്രം എപ്പോഴും അന്യഭാഷ പറഞ്ഞു നടക്കുന്ന അപ്പച്ചനാണ്. ചെറുപ്പക്കാരായ ചില ആളുകൾ ഇങ്ങനെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നപ്പോൾ പറഞ്ഞു, ദേ ഗ്ലോറി അപ്പച്ചൻ വരുന്നുണ്ട്, അപ്പച്ചൻ്റെ അന്യഭാഷ കേൾക്കണം, ഇപ്പം കേൾപ്പിക്കാം. സ്തോത്രം. അപ്പച്ചൻ വരുന്ന കണ്ട് ഓടി അപ്പച്ചനെ അടുക്ക പിടിച്ചിട്ട് പറഞ്ഞു, അപ്പച്ച ഒന്ന് അന്യഭാഷ പറയണം. പറഞ്ഞു, മക്കളെ അതങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല, പറഞ്ഞേ പറ്റൂ. പൂണ്ടടക്കം പിടിച്ചു. അപ്പച്ചൻ പറഞ്ഞു, മക്കളെ അതെങ്ങനെയാ പറയാൻ പറ്റുന്നേ? ആത്മാവ് ഹേമിക്കുമ്പോഴും നിർബന്ധിക്കുമ്പോഴും അല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം കളിയാക്കാൻ വേണ്ടിയാ അപ്പച്ചനെ പൂണ്ടടക്കം പിടിച്ചിട്ട് പറഞ്ഞു, അപ്പച്ച ഇപ്പം പറഞ്ഞേ പറ്റൂ. അപ്പച്ചൻ ആകപ്പാടെ പ്രാണവേദനയിലായി. അപ്പച്ചൻ കർത്താവ് എന്നൊരു വിളി വിളിക്കുകയും ആത്മാവിൽ നിറയുകയും ചെയ്തു. മുറുക്കി പിടിച്ചവൻ ഷോക്കടിച്ച മാതിരി ദൂരെ തെറിച്ചു വീണു. സ്വത്ര 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 ജയം. ഹല്ലേലൂയ. സ്തോത്ര സ്തോത്രം. അപമാനയും നിന്നെയും അഭിഷേകത്തിൻ്റെ പേരിൽ അനുഭവിക്കുമ്പോൾ ഓർത്തു പോകണം, ഈ അത്യന്ത ശക്തിയാണ് നിന്റെ മേൽ അധിവസിക്കുന്നത്. സ്തോത്ര സ്തോത്ര സ്തോത്രം. നന്ദിയോടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. ഇസഹാക്ക് പ്രാർത്ഥനാ മനുഷ്യൻ. പക്ഷേ ചില കാര്യത്തിൽ ഇസഹാക്കിന് അബദ്ധം പറ്റിപ്പോയതുപോലെ നമുക്ക് തോന്നും. എന്താണ്? തൻ്റെ സ്നേഹം യാക്കോബിനോടല്ല, ഏശാവിനോടാണ്. നമുക്കറിയാമല്ലോ, വീട്ടിൽ അപ്പൻ ഇഷ്ടമുള്ള കൊച്ചിനെ അമ്മ തല്ലിയാൽ അന്ന് വീട്ടിൽ അടി നടക്കും. സ്തോത്രം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞിനെ അപ്പൻ തൊട്ടാൽ നേരെ കുറുക്ക് നിൽക്കും. അച്ചാച്ചൻ എന്നെ അടിച്ചു, കുഞ്ഞിനെ തൊടരുത്. കാര്യം എന്താ? ആ സ്നേഹത്തിൻ്റെ ബന്ധമാണ്. അമ്മ എന്ത് ചെയ്തു? യാക്കോബിനെ കൂടുതൽ സ്നേഹിച്ചു. എന്തുകൊണ്ട്? യാക്കോബിനെ കുറിച്ച് ഒരു ദൂതുണ്ടായിരുന്നു. ഹലോ, തലമുറയെക്കുറിച്ചൊരു അരുളപ്പാട്. മൂത്തവൻ ഇളയവനെ സേവിക്കും. സ്തോത്രം. അപ്പൻ അനുഗ്രഹിക്കാൻ സമയമായി വിളിച്ച്, സത്യത്തിൽ കണ്ണ് തുറന്നിരിക്കുമ്പോഴാണ് അനുഗ്രഹിക്കേണ്ടിയേ, കാഴ്ചയുള്ളപ്പോഴാണ് അനുഗ്രഹിക്കേണ്ടത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല നടന്നത്. വൃദ്ധനായി, വേട്ടയിറച്ചിയിൽ ഇഷ്ടനായി. അനുഗ്രഹത്തിൻ്റെ സമയമായപ്പോൾ ഏശാവിനെ വിളിക്കുന്നു. വേട്ടയിറച്ചിയുമായി വരേണ്ടതിന് അവൻ കാട്ടിലേക്ക് പോകുന്ന തക്കം നോക്കി യാക്കോബിനെ വിവരമറിയിച്ച് രുചികരമായ ഭോജനമുണ്ടാക്കി കൊടുത്ത് അനുഗ്രഹം മേടിക്കുന്നു. നോക്കുക സഹോദരങ്ങളെ, മാതാപിതാക്കൾ കഴിച്ചോ? അവരുടെ വിശപ്പടക്കിയോ? മരുഭൂമിയിലായിരിക്കുന്ന നിങ്ങൾ ഓർത്തോണം. സ്തോത്രം. അവർക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും എത്ര പെൻഷൻ ഉണ്ടെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു വാക്കിൽ വിളിക്കണം. അവർക്ക് വൃദ്ധരായാൽ വലിയ വലിയ ഇഷ്ടങ്ങളില്ല,
വലിയ വലിയ ആഗ്രഹങ്ങളില്ല. അവരുടെ ആഗ്രഹം അവരുടെ മോൻ്റെ ശബ്ദമൊന്ന് കേൾക്കണം, മോടെ ശബ്ദമൊന്ന് കേൾക്കണം, കുഞ്ഞുങ്ങളുടെ ശബ്ദമൊന്ന് കേൾക്കണം. അത് മാത്രം അവർക്ക് മതി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്കറിയാം ഇന്ന് രാത്രി വിളിയോടെ വിളിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. വിളിക്കണം. കാര്യം എന്താണ്? അവർ കാത്തിരിക്കുകയാണ്. സ്തോത്രം. ഒരിക്കലും ഒരു അമ്മച്ചിയെ ഞാൻ വിസിറ്റിങ്ങിന് ചെന്നപ്പോൾ അമ്മച്ചിയുടെ തലങ്ങണ കീഴെ മൊത്തം പാസ്റ്ററെ എഴുത്തുകളാണ്. ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇതെന്തിനാ ഇതെല്ലാം കൂടെ? അയ്യോ, തൊട്ടക്കല്ല, എൻ്റെ പൊന്നുംകുടത്തിൻ്റെ എഴുത്തുകളാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ ആ എഴുത്ത്? വരാനുള്ള എഴുത്ത് വരാതിരിക്കുമ്പോൾ വന്ന എഴുത്തുകൾ മുഴുവൻ വായിക്കും. കാര്യം എന്താ? ആ സ്നേഹം, ആ സ്നേഹം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പനെയും അമ്മയെയും എപ്പോഴാണ് വിലയേറിയതായി കാണുന്നതെന്ന് അറിയാമോ? ഒരു 35 വയസ്സൊക്കെ ആകണം. ഒരു 33 വയസ്സൊക്കെ കഴിയുമ്പോൾ പറയും, അപ്പ നല്ല അപ്പായ, അമ്മമ്മ നല്ല അമ്മമ്മയ. പ്രൈസ് ലോർഡ്. ഒരു 37 ആകുമ്പത്തിന് പറയും, ഓ എൻ്റെ പപ്പായോ എന്തോ ഒരു നല്ല പപ്പയാണെന്നറിയാമോ എൻ്റെ മമ്മി. 40 കഴിയുമ്പോൾ പറയും, ഓ മൈ ഡാഡ് ഇസ് ഗ്രേറ്റ്, ഈസ് മൈ ഹീറോ. മമ്മി എൻ്റെ ഹീറോ. കാര്യം എന്താണെന്നറിയാമോ? പ്രസവിച്ച മോനിൽ നിന്നും മോളിൽ നിന്നും കിട്ടിത്തുടങ്ങി. ഇഷ്ടംപോലെ വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനെ, ഓ എൻ്റെ മമ്മി, ഓ എങ്ങനെ ഞങ്ങളെയൊക്കെ വളർത്തി. പ്രൈസ് ലോർഡ്. കാലഘട്ടം വിവരമൊക്കെ പറയും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളൊക്കെ വല്യപ്പച്ചന്മാരാ, അതുകൊണ്ടായി പറയുന്നത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നത് അനുഗ്രഹം മേടിച്ചോടുന്നു. ആ യാത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നൈറ്റ്. എന്താണ് നമ്മളിവിടെ കാണുന്നത്? സോഫ്റ്റായിട്ടുള്ള ജീവിതം മാറി ഹാർഡായൊരു പ്രതലത്തിലേക്ക് നീങ്ങുന്നു. എൻ്റെ ചോദ്യം, അപ്പനെ ചതിച്ചവനോട്, സഹോദരനെ ചതിച്ചവനോട് ദൈവം സംസാരിക്കൂ? ഹലോ, പ്രൈസ് ഗോഡ്. ചതിയനായ ഒരു യാക്കോബിനോട് ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി ദൈവം സംസാരിക്കുന്നത്, യാക്കോബിനോട് സംസാരിക്കുന്നത് അപ്പൻ്റെ പേര് പറഞ്ഞ, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ഈ ദിവസങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമോ? എൻ്റെ കുഞ്ഞിനോട് ഇടപെടുമ്പോൾ ഞാൻ ഏത് ഭാഗങ്ങൾ പലപ്പോഴും വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചതുപോലെ എൻ്റെ മക്കളോട് സംസാരിക്കുമ്പോൾ നിന്റെ അപ്പനായ ഷാജിയുടെ ദൈവമാണ് ഞാനെന്ന് എനിക്ക് കേൾക്കണം. ഹലോ, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ താഴ്മയോട് പറയുന്നു, നമ്മുടെ സന്തതികളോട് ദൈവം വരുന്ന ആളുകളിൽ ഇടപെടുമ്പോൾ നമ്മുടെ പേര് പറഞ്ഞ് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പരമാർത്ഥതയോട് സേവിപ്പാൻ, വിശ്വസ്തയോട് സേവിപ്പാൻ, താഴ്മയോട് സേവിപ്പാൻ, എളിമയോട് സേവിപ്പാൻ, വിനയത്തോട് സേവിപ്പാൻ, ആ സൗമ്യതയും താഴ്മയുള്ളവന്റെ മുഖം ഏറ്റുകൊണ്ട് അവനോട് പഠിക്കുമ്പോൾ നാളെയുടെ ദിവസം നമ്മുടെ മക്കളോട് ദൈവം ഇടപെടും. ഞാൻ നിന്റെ അപ്പന്റെ ദൈവമാണ്. ഈ ചതിയനായവനോട് ദൈവം എന്തുകൊണ്ട് ഇടപെട്ടു? ഇങ്ങനെ ഇടപെടുമോ? നിന്റെ അപ്പനെ പറ്റിച്ചില്ലയോ? നിന്റെ ചേട്ടനെ, നിന്റെ സഹോദരനെ പറ്റിച്ചില്ലയോ? ഇതൊന്നും ദൈവം മിണ്ടുന്നില്ല. മിണ്ടിയോ? അപ്പൊ ചതിക്ക് ദൈവം കൂട്ടുനിൽക്കുന്ന ദൈവം എന്നാണോ അതിന്റെ അർത്ഥം? മനുഷ്യന്റെ പ്രവൃത്തി പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് യാക്കോബിനോട് ദൈവം ഇടപെട്ടു? തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ പിതാവായ അബ്രഹാമിനോട് പറഞ്ഞ അരുളപ്പാടും വാഗ്ദത്തങ്ങളും തുടർമാനമായി നിവർത്തിക്കാനുള്ളത് കിടക്കുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മുടെ നീതിപ്രവൃത്തിയല്ല അനുഗ്രഹമായി തീരുന്നത്. നമ്മുടെ പിറകിലൊരു ദൈവഹിതം കിടക്കുന്നു. നമ്മുടെ പിറകിലൊരു ദൈവിക പർപ്പസ് കിടക്കുന്നു. നമ്മുടെ പിറകിൽ നമ്മളെ ഓരോരുത്തരെയും എന്തായി തീരണം, എവിടെയാക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഏത് വിധത്തിൽ ഉപയോഗിക്കണം, ഈ ദൈവനീതിയുടെ ഭാഗം പുറകെ ഫോളോ ചെയ്യുകയാണ്. പിന്നെ ഈ ചതിയൊക്കെ എങ്ങനെയാ പരിഹരിക്കുന്നത്? അത് ജീവിതാനുഭവത്തിലൂടെ പരിഹരിക്കും. സ്തോത്രം, 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 സ്തോത്രം. കൊലപാതകനോട് ദൈവം ഇടപെടുമോ? ഇടപെടും.
കൊലക്കേസിലെ പ്രതിയായിരുന്നല്ലോ മോശ. ഉൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന് സംസാരിച്ചില്ലേ? സ്തോത്രം, 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 സ്തോത്രം. 5 കുടുംബജീവിതം തകർന്ന ശമരിയക്കാരത്തിയുടെ അരികിൽ നിന്ന് യേശു സംസാരിച്ചില്ലേ? പരാജയങ്ങളും വീഴ്ചകളും മിസ്റ്റേക്കുകളുമൊക്കെ ഓരോ കാലഘട്ടത്തിലുള്ള ദൈവിക ഇടപെടലിലൂടെ വലിയ അനുതാപത്തിനും വലിയ നിലവിളിക്കും വലിയ മടങ്ങിവരവിനും വലിയ രൂപാന്തരത്തിനും കാലഘട്ടങ്ങൾ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാമോ? പ്രൈസ് ലോർഡ്. തൻ്റെ അമ്മായിയപ്പൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ താൻ ചതിച്ചേച്ചു വന്നു, ചതിക്കപ്പെട്ടു. 29-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 29-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണുന്നത് എന്താണ്? താൻ ചതിക്കപ്പെടുകയാണ്. സ്തോത്രം. നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ടു. അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തതെന്ന് റാഹേലിന് വേണ്ടിയല്ലയോ ഞാൻ നിന്നെ സേവിച്ചത്? നീ എന്തിനെന്നെ ചതിച്ചു? ഹലോ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സഹോദരങ്ങളെ, ചതി പുറകെ വരുന്നു. സ്തോത്രം. എന്തുകൊണ്ട്? വിതച്ചത് കൊയ്യുകയാണ്. ആ ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വാർദ്ധക്യത്തിലും യാക്കോബിന്റെ മുമ്പിൽ യോസഫിന്റെ വസ്ത്രം വന്നു. സ്തോത്രം. വസ്ത്രം മാറിയിട്ട് അനുഗ്രഹം തട്ടിയെടുത്തു പോയി. താൻ വൃദ്ധനായപ്പോൾ അതേ അനുഭവം യോസഫിന്റെ വസ്ത്രം രക്തത്തിൽ മുക്കിക്കൊണ്ടുവന്ന് അവനെ അത് കാണിപ്പാനിടെ. സഹോദരങ്ങളെ, ഒരാൾ നമുക്ക് ദോഷം ചെയ്താൽ തിരിച്ച് ദോഷം ചെയ്യാനൊരു വെപ്രാളം നമുക്കുണ്ടാകരുത്. സ്തോത്രം, സ്തോത്രം. ഒരാൾ നമുക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കി, ഉടനെ സാഹിത്യം MA ആണെന്നുള്ളത് കൊണ്ട് നമുക്ക് നല്ല അക്ഷരം കൂട്ടിപ്പിടിച്ച് ഇപ്പം തന്നെ മരുന്ന് കൊടുക്കണമെന്നുള്ള പ്രതികരണം ഉണ്ടാകരുത്. ചില സഹോദരിമാരുണ്ട്, അച്ചാച്ചനെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, പറയും നിങ്ങളെ ഞാൻ എന്തോ പറയണം, ഇങ്ങനെ ഇരുന്നു ഒരു മൊണ്ണയായിട്ട് ഇപ്പം തന്നെ കൊടുക്കണം, അല്ലേ ഞാനിപ്പോൾ കൊടുക്കും. ദൈവമക്കളെ, തൻ്റെ ഇടമല്ല വെളിപ്പെടേണ്ടത്, നിങ്ങളുടെ തൻ്റെ ഇടം സകല മനുഷ്യരും അറിയട്ടെ എന്നൊരു വാക്യമുണ്ടോ പാസ്റ്ററെ? ഇല്ല. എന്നാൽ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്നുണ്ട്. ശകാരത്തിന് പകരം ശകാരം പാടില്ല. സ്തോത്രം. 5 കോടതിയിൽ 7 പ്രാവശ്യം മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. പല കള്ളസാക്ഷികളും അവനെതിരെ എഴുന്നേറ്റ് വന്നു, ഒത്തു വന്നില്ലെന്നാ എഴുതിയിരിക്കുന്നത്. അവൻ പല ചോദ്യത്തിന് ഉത്തരം പറയായികയാൽ ആശ്ചര്യപ്പെട്ടെന്നാ. എന്താ ഭക്തന്മാർ മിണ്ടാതെ ഇരിക്കുന്നത്? ഒടയതമ്പുരാൻ കണ്ടു, ഒടയതമ്പുരാൻ കേട്ടു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അപ്പൊ ചില സമയത്ത് ഡെഫ് ആൻഡ് ഡമ്മിനെ പോലെ ഇരിക്കണം. തുടുപ്പും കരണ്ടിയും പിച്ചാത്തിയും കത്താളും ഒന്നും എടുത്താലൊന്നും പിള്ളേർ ശരിയാകത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാം ശരിയാവും, അപ്പനും അമ്മയും ശരിയാകാം. പിള്ളേർക്ക് എന്തോ ഒരു സമാധാനം കിട്ടുന്ന പോലെ തോന്നുന്നു. പ്രൈസ് ഗോഡ്. അതെ, എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പഠിച്ചതാ, ദൈവം പഠിപ്പിച്ചതാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ശരിയാകാമോ, നമ്മുടെ പിള്ളേർ ശരിയാവും. ഹസ്ബൻഡ് ഒരു വാക്ക് പറയുമ്പോൾ 7 വാക്ക് പറയുന്ന സൗകര്യമാരുണ്ടോ? ആ കുടുംബം തീർന്നു. ഇനി എത്ര ഭാഷ പറഞ്ഞാലും പ്രയോജനമില്ല. സ്തോത്രം. ദൂതന്മാരുടെ ഭാഷ പറഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ, ശമ്പള വലിപ്പത്തിൽ ഉൾപ്പോരും വെല്ലുവിളിയും നടത്തുന്നു, തീർന്നു ആ കുടുംബം. ഈ വേദിയിൽ എന്ത് കാണിക്കുന്നു എന്നുള്ള വിഷയമല്ല, ഈ ചെയറിൽ വന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ള വിഷയമല്ല. ഇന്റർവെൽ ടൈമിൽ വീട്ടിൽ ഏഞ്ചലാണോ ഡെവിളാണോ? ഉണർവ് പോയതുപോലെ തോന്നുന്നല്ലേ? നമ്മൾ സർജിക്കൽ ടേബിളിലോട്ട് ഇട്ടതേ ഉള്ളൂ, വരുന്നതേ ഉള്ളൂ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ വന്നു കഴിയുമ്പോൾ, സ്തോത്രം, എല്ലാത്തിനും മറുപടി പറയാതിരുന്നേ നിങ്ങൾ ആത്മീയമായി വളരും. സ്തോത്രം, 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 സ്തോത്രം. ജീവിത പങ്കാളിയെ പരസ്പരം സ്നേഹിപ്പാനും മനസ്സിലാക്കാനും അംഗീകരിപ്പാനും സമയം സ്പെൻഡ് ചെയ്യാനും കഴിയുന്നെങ്കിൽ
ആ കുടുംബം സ്വർഗ കുടുംബമായി തീരും. വീട്ടിലെ വിഷയം ഓഫീസിൽ കൊണ്ടുപോകാനും ഓഫീസിലെ വിഷയം വീട്ടിൽ കൊണ്ടുപോകാനും ശ്രമിക്കരുത്. എല്ലാം അവിടെ വെച്ചേച്ച് വരണം. അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ച് തീർന്നതെല്ലാം അവിടെ കളഞ്ഞേച്ച് പോരണം. വരുമ്പം മൊബൈൽ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേച്ച് ഭാര്യയുടെ കൂടെ അടുക്കളയിലൊന്ന് കയറിക്കേ, ഭർത്താവിൻ്റെ കൂടെ സെറ്റ് വന്നൊന്നിരുന്ന് നോക്കിയേ. ഒരു പ്രവാചകനും വീട്ടിൽ വരണ്ട. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹത്തിൻ്റെ സ്പർശനമുണ്ടോ? അംഗീകാരത്തിൻ്റെ തലോടലുണ്ടോ? ഹൃദയത്തിൽ നിന്നുള്ള ഹഗ്ഗിങ് ഉണ്ടോ? അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്ഥലമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറയാമോ? ചതി അനുഭവപ്പെടുന്നു. 20 വർഷം കഴിഞ്ഞപ്പോൾ, ഈ 20 വർഷവും ദൈവത്തിൻ്റെ സൈലന്റ് ആയിട്ടുള്ള ടൈം. ഈ 20 വർഷം ദൈവം മിണ്ടുന്നില്ല. തൊട്ടതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഒരു വടിയോടെയാ വന്നത്. എങ്ങനെ നന്നായിട്ട് ബിസിനസ് ചെയ്യാം, എങ്ങനെ ഫാം വളർത്താം, ഇതെല്ലാം ഐഡിയോളജി ദൈവം കൊടുത്തു. നമുക്കറിയാം, വന്നപ്പോൾ വടിയേ ഉള്ളായിരുന്നു. വടിയാകുന്നതിന് മുമ്പ് അമ്മായിപ്പൻ എന്ത് ചെയ്തു? അമ്മാച്ചൻ പിന്നെ ഇവഞ്ച്വലി അമ്മായിപ്പനായി മാറി. സമൃദ്ധിയായി, പല കൂട്ടങ്ങളായി, പലവട്ടം തൻ്റെ നന്മയെന്ന് തോന്നുന്നതക്കവണ്ണം കവർന്ന് വീട്ടുകാരളിയന്മാരെല്ലാം എടുത്തു. മിണ്ടിയോ ദൈവം? ഹലോ, എന്താ മിണ്ടാഞ്ഞ്? ദൈവത്തിനറിയാം. എടാ യാക്കോബേ, നീ വന്നപ്പം വല്ലം കൊണ്ടാണെന്നോ വന്നേ? അല്ല, ലാഭാൻ്റെ ഇല്ല ഇതൊക്കെ. പിന്നെ നിൻ്റെ ഈ സൂത്രബുദ്ധി കൊണ്ട് നീ പുന്നവൃക്ഷത്തിൻ്റെ കമ്പുമൊക്കെ ഇട്ട് മനഃശാസ്ത്രപരമായ സമീപനങ്ങളൊക്കെ ചെയ്ത് എല്ലാം സക്സസ് ആയി. ചുരുക്കി പറഞ്ഞ ആരോഗ്യമുള്ളതെല്ലാം നിനക്കും, ഇപ്പം ചാകാൻ നിൽക്കുന്നതെല്ലാം അവനുമാക്കി. പിന്നെ കുറച്ചങ്ങോട്ട് പോട്ടെ. ദൈവം മിണ്ടിയില്ല. ദൈവം സ്നേഹവാനാണ്, അറ്റ് ദ സെയിം ടൈം നീതിമാനാണ്. ഹലോ, ഒരുത്തിനെ നശിപ്പിച്ചേച്ച് അനുഗ്രഹിക്കുന്ന ദൈവമല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നീ ഒരു കമ്പനി നിന്നാൽ നിനക്ക് ബെനിഫിറ്റ് വേണമെന്ന് ദൈവത്തിനറിയാം. പക്ഷേ നിനക്ക് 5000 ദറംസ് തന്നാൽ 50,000 ദറംസിന്റെ ബെനിഫിറ്റ് ആ കമ്പനിക്ക് നീ മുഖാന്തരം ഉണ്ടാകണം. ആ കമ്പനി ബ്ലെസ്ഡ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റൂ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ തലമുറയ്ക്ക് നന്മയുണ്ടാവൂ. Am I right? സ്തോത്രം. അതുകൊണ്ട് 5 മിനിറ്റ് നേരത്തെ പോയി പഞ്ച് ചെയ്യണം, 5 മിനിറ്റ് താമിച്ചിറങ്ങി വരണം. നമ്മുടെ പ്രൊഫഷനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. ഇവിടെ കാണുന്ന 20 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പകല് വെയിൽ കൊണ്ടും രാത്രി മഞ്ഞുകൊണ്ടും ഞാൻ നിന്നെ സേവിച്ചു, ഇനി എൻ്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്ന് കരുതും. 31-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇനഫ്, മൂവ് ചെയ്യേണ്ട സമയമായി. ഹലോ, നിനക്കാവശ്യമുള്ള ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാനിതാ നോക്കുക. 20 വർഷത്തിന് ശേഷം ഇടപെടുകയാണ്. സൗരങ്ങളെ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന തീഷ്ണത, എരിവ്, ശുഷ്കാന്തി, ആത്മഭാരം, ആത്മദാഹം, അന്ന് കൈയടിച്ചാൽ കയ്യിലെ തൊലി മുഴുവൻ പൊട്ടിയാലും കൈയടി നിർത്തത്തില്ല. ഇന്ന് യോഗത്തിന് വരുമ്പോൾ എന്താ? ബാമിടുക കൈക്ക്. സ്തോത്രം അല്ലേ? ഇംഗ്ലണ്ടിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത് കൈയടിക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യവും കിട്ടുന്നെന്നാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളം സന്തോഷിച്ചു. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നു കളയുന്നു. സ്തോത്രം. ഡ്യൂട്ടി കഴിഞ്ഞ് ലേറ്റായാലും ഞാൻ പറയുന്നു, ഒരിട മീറ്റിങ്ങോ ഉപവാസ പ്രാർത്ഥനയോ എന്ത് കൂട്ടായ്മയോ സഭയ്ക്കകത്തുണ്ടെങ്കിൽ അരമണിക്കൂറോ കിട്ടിയോ മതി, നേരെ യോഗത്തിന് പോരണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അമ്മേ, വൈകി എത്തുന്നവന് വിനാശകരെന്ന് വചനമുണ്ട്, സത്യമാ. പക്ഷേ അല്പമേ ഉള്ളെങ്കിലും അത് നല്ല അംശം തിരഞ്ഞെടുക്കാൻ മനസ്സുള്ളവർ ഓടി വന്നോണം. സ്തോത്രം. അതൊരു വലിയ അനുഗ്രഹമാണ്. ദൈവം പറയുന്നു, ഇവിടുന്ന് മൂവ് ചെയ്യേണ്ട സമയമായി. നിന്റെ ബഥേലിന്റെ ദൈവമാണ് ഞാൻ. ദൈവം പറഞ്ഞപ്പോൾ താൻ തൻ്റെ പ്രിയപ്പെട്ടവരെയും കൂട്ടി പുറപ്പെടുന്നു. അമ്മായപ്പൻ അറിയുന്നില്ല, അളിയന്മാരറിയുന്നില്ല. മൂവ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് വിവരം കിട്ടി, പിറകെ വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ഒരുവൻ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ദൈവശബ്ദം കേട്ട് ചുവട് വെച്ചവൻ്റെ വിഷയത്തിൽ
പറഞ്ഞ സ്ഥലത്തെത്തിക്കുന്നിടം വരെയുള്ള പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. യാക്കോബ് പുറപ്പെട്ടപ്പോൾ ലാബാനും തൻ്റെ അളിയന്മാരുമെല്ലാം ബറ്റാലിയനായി ചേർന്നിട്ട് ലക്ഷ്യം എത്രയേ ഉള്ളൂ? തട്ടുക, തിരിച്ചു കൊണ്ടുവരിക. നിങ്ങൾ വായിച്ചാൽ അറിയാം, 31 അധ്യായം 29 വാക്യം എന്തെഴുതിയിരിക്കുന്നു? യെസ്, എങ്കിലും ശ്രദ്ധിച്ചാട്ടെ, അത്രയും കാലം ദൈവശബ്ദം കേൾക്കാത്ത അമ്മാവിയപ്പൻ ദൈവശബ്ദം കേട്ടോ? ഹലോ, അപ്പൊ നീ സ്റ്റെപ്പ് എടുത്താൽ നിന്റെ അമ്മായിയപ്പൻ ദൈവശബ്ദം കേൾക്കും. ചേർന്നൊരാമയും പറഞ്ഞില്ല. സ്തോത്രം. കർത്താവിനെ അനുസരിച്ച് സ്റ്റെപ്പ് വെച്ചാൽ ഇന്ന് രാത്രി ഞാൻ താഴ്മയോട് വിളിച്ചു പറയാം, നിന്നെ പുറപ്പെടുവിക്കേണ്ട സമയത്ത് ദൈവം നിന്നെ പുറപ്പെടുവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ജയം. അതിനെന്തെല്ലാം തടസ്സങ്ങൾ നിനക്ക് വിഷയമായിട്ടുണ്ടെങ്കിലും ഡസിൻ മാറ്റർ, ആ ഇടപെടേണ്ടവരോട് ദൈവം ഇടപെടും. ഹല്ലേലൂയ. നിന്നെ വിടേണ്ട സമയം ദൈവത്തിനായെങ്കിൽ, നിന്നെ പുറപ്പെടുവിക്കേണ്ട സമയം ദൈവത്തിനായെങ്കിൽ, നിന്നെ മാറ്റിക്കൊണ്ടുപോകേണ്ട സമയം ദൈവത്തിനായെങ്കിൽ, നീ ആരോടും ചോദിക്കേണ്ട. നിന്റെ പിറകിലുള്ള പ്രതികൂലം, മുൻപിൽ നേരിടാനുള്ള പ്രശ്നം, ഇതെല്ലാം അത്യുന്നതൻ അറിഞ്ഞുകൊണ്ടാ പറയുന്നത്, എൻ്റെ സമയമായി മൂവ് ചെയ്യുക. ചേർന്ന് നന്ദി പറയാമോ ദൈവത്തിന്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താൻ പറയുകയാണ്, എൻ്റെ പക്കൽ നിന്നോട് അധികം ദോഷം ചെയ്യാൻ പ്രാപ്തിയുണ്ട്, പക്ഷെ നിന്റെ അപ്പൻ്റെ ദൈവം എന്നോട് ഇടപെട്ടു. കുഞ്ഞേ, തിരുനാമ നിമിത്തം നിയോഗം ലഭിച്ച വിഷയത്തിൽ സ്റ്റെപ്പ് വെച്ചതിന് ശേഷം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിനക്കെതിരെ ഒരു യുദ്ധം വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. പ്രൈസ് ലോർഡ്. കർത്താവ് പറഞ്ഞിട്ട് ചുവട് വെച്ചത് നിമിത്തം പ്രതികൂലത്തിലായിരിക്കുന്ന ദൈവവേദലേ, ഇന്ന് രാത്രി ഈ വചനം പറയുന്നു, ലാബാനോട് ഇടപെട്ടതുപോലെ നിന്റെ വിഷയത്തിൽ നിനക്ക് വേണ്ടി ദൈവിക ഇടപെടൽ നടക്കും. അത് വിശ്വാസ കണ്ണാൽ കണ്ടെന്ന് ദൈവത്തിന് നന്ദി പറയാമോ? നിന്റെ ബോസിനോട് ദൈവം ഇടപെടും, നിന്റെ കമ്പനിയോട് ഇടപെടേണ്ടടുത്ത് ദൈവം ഇടപെടും, നിന്റെ റിലേറ്റീവ്സിനോട് ഇടപെടേണ്ടടുത്ത് ഇടപെടും, നിന്റെ ഫ്രണ്ട്സിനോട് ഇടപെടേണ്ടടുത്ത് ദൈവം ഇടപെടും. നീ സേവിക്കുന്ന ദൈവം ആരെന്ന് അവരറിയേണ്ടതിന് ഈ പ്രതികൂലം ഒരു മുഖാന്തരമാകും. പ്രശ്നം സെറ്റിൽഡായി. പക്ഷേ അടുത്തത് എന്താ വരുന്നത്? മൂത്ത സഹോദരൻ, തൻ്റെ സഹോദരൻ ഇതാ, സ്തോത്രം, 400 പേരുമായിട്ട് യുദ്ധത്തിന് വരികയാണ്. എങ്ങനെ പിടിച്ചു നിൽക്കും? പ്രതീക്ഷിക്കാത്ത പ്രതികൂലം സ്വന്തം ഗ്രഹത്തിൽ നിന്നും ബന്ധുഗ്രഹത്തിൽ നിന്നും. അരുളപ്പാട് ലഭിച്ചവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേദനയിലൂടെ കടന്നുപോകുന്നത്. ഇവിടെ യാക്കോബിനൊരു കാര്യം മനസ്സിലായി. കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും മാട്ടിൻകൂട്ടങ്ങളെയും എല്ലാം മാറ്റിയിട്ട് താൻ ഒറ്റയ്ക്കായി. സ്തോത്രം. അടുത്ത ദൈവിക ഇടപെടൽ കാണുന്ന 32 അധ്യായത്തിലാണ്. അതിൻ്റെ 1 വാക്യത്തിൽ താൻ കാണുന്നത്, ആമേൻ, എന്താ? 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ശ്രദ്ധിക്കുന്നത്, അതെ, യാക്കോബ് തൻ്റെ വഴിക്ക് പോകുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ എതിരെ വരുന്നു. ഹലോ, ഇവിടെ ഉണ്ടോ നിങ്ങൾ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിനക്ക് ധരിപ്പാൻ വസ്ത്രം തരും, നിനക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരും. ആമേൻ. നീ തൊടുന്നിടത്തല്ല ഞാൻ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നിന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റും. നിന്റെ അപ്പൻ്റെ ഭവനത്തിൽ ഞാൻ നിന്നെ സമാധാനത്തോട് കൊണ്ടുവരും. ദൂരെ നിന്ന് ഇടപെടുന്ന ദൈവം ശ്രദ്ധിക്കണേ. ഓരോ വർഷം കഴിയും തോറും ആ ദൈവിക ഇടപെടൽ ദൂരത്താകുകയില്ല, അടുത്തടുത്ത് വരികയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരിക്കൽ സ്വപ്നത്തിൽ ഇടപെടുന്നു, വീണ്ടും സ്വപ്നത്തിൽ ഇടപെടുന്നു. അനുസരിച്ച് വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം അയക്കേണ്ട
ടീമിനെ അയച്ചു, എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായി എത്തിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനം, സ്വർഗീയ ദൂതന്മാരുടെ പരിപാലനം, ദൈവിക ഇടപെടലുകളൊക്കെ ഓരോ ഘട്ടങ്ങളിൽ നാം അറിയാതെയാണെങ്കിലും അനുഭവിച്ചത് കൊണ്ടാണ് കൃപയാൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 32-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 400-ൽ പരം അതേ ആളുകളുമായി യുദ്ധത്തിന് വരികയാണ്. ഇനി 35-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു കാര്യം. എന്താണ്? സ്തോത്രം. യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, ദൈവദൂതന്മാരിപ്പോൾ കൂടെ യാത്രയാകുകയാണ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് എന്താണിപ്പോൾ നടക്കേണ്ട കാര്യം? യെസ്, എൻ്റെ പക്കൽ അശുദ്ധമായതുണ്ടെങ്കിൽ ഇതെല്ലാം മാറണം. എൻ്റെ ജീവിത പങ്കാളിയിൽ അശുദ്ധി ഉണ്ടോ? അത് മാറണം. സാൻറ്റിഫിക്കേഷൻ്റെ റെവലേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. സ്തോത്രം. നിങ്ങൾ 32-ാമത്തെ അധ്യായം അതിൻ്റെ സ്തോത്രം 26 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഒറ്റപ്പെട്ടൊരു കരച്ചിൽ. The whole night he's crying. അപ്പോൾ വലിയ റിച്ച് മാനാണ്. ദിവസങ്ങളോളം ദൂരത്തിൽ ആട്ടിൻമാട്ടിൻ കൂട്ടങ്ങളുണ്ട്. ഇപ്പം ഇവിടെ യാക്കോബ് പറയുന്നത് എന്താ? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എൻ്റെ ചോദ്യം, 20 വർഷം കൊണ്ട് അധ്വാനിച്ച് കിട്ടിയതൊന്നും അനുഗ്രഹമല്ലേ? ലോകപ്രകാരം ഭൗതികമായ കുറേ നേട്ടങ്ങൾ കിട്ടുന്നത് മാത്രമാണോ അനുഗ്രഹം? യാക്കോബിൻ്റെ കണ്ണ് തുറന്നു. ഭൂമിയിലുള്ളതെല്ലാം ഞാൻ പ്രാപിച്ചു, എന്നാൽ ഉയരത്തിലുള്ളത് ഇതുവരെ പ്രാപിച്ചില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉയരത്തിലുള്ളത് ഞാൻ ഇതുവരെ പ്രാപിച്ചില്ല. അതുകൊണ്ട് ഹോൾ നൈറ്റ് താൻ ദൈവസനെ കരയാണ്. ഹോശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് 12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവൻ കരഞ്ഞു, അവനോട് അപേക്ഷിച്ചു എന്നുള്ളതാണ്. പൊരുതിയേച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലഹീനനായൊരു ദൂതനെ ബലവാനായ യാക്കോബ് കരാട്ട മാസ്റ്ററുടെ കൂട്ട് എടുത്ത് കമത്തി അടിച്ചെന്നല്ല. പ്രൈസ് ഗോഡ്. പിന്നെന്താണ്? ഏറ്റവും കരഞ്ഞു. സഹോദരങ്ങളെ, ഉയരത്തിലുള്ളത് റിസീവ് ചെയ്യുവാൻ ബി ഹംബിൾ അവേഴ്സ്, തന്നെത്താൻ താഴ്ത്തപ്പെടുവാൻ. കർത്താവേ, ആട്ടിൻ്റെ മേൽ നിന്നും മാട്ടിൻകൂട്ടങ്ങളുടെ മേൽ നിന്നും തൻ്റെ ദൃഷ്ടി മാറ്റിയിട്ട് ഉയരങ്ങളിലേക്ക് നോക്കി കൺഫേംഡായി, എനിക്ക് വേണം എന്ത് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത്. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ അകത്തളത്തിൽ നിന്ന് നമ്മളോട് ആത്മാവിൽ ഉരുവിടുന്ന ദൈവശബ്ദം വേറൊന്നുമല്ല. ഇവിടുത്തെ വിസയും ജോലിയും പ്രമോഷനും കല്യാണവും വിദ്യാഭ്യാസമൊക്കെ അതിൻ്റെ തലങ്ങളിൽ നിങ്ങളുടെ പുറകെ ദൈവം വരും. എന്നാൽ ഉയരത്തിലുള്ളത്, അല്ലെങ്കിൽ ആത്മീയ വിഷയത്തിലുള്ള സമ്പന്നതയെക്കുറിച്ച്, ആർ യു റിച്ച് ഇൻ സ്പിരിച്വാലിറ്റി? ആത്മീയ വിഷയത്തിലുള്ള സമ്പന്നത. സ്തോത്രം. തൻ്റെ ഹൃദയത്തിൽ ആ ഉൾക്കാഴ്ച വന്നു. അപ്പോൾ എന്താ കാണുന്നത്? സ്തോത്രം. തനിക്ക് മനസ്സിലായി, തൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു. നിൻ്റെ പേരിനി യാക്കോബ് എന്നല്ല, ഇനി നിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ട് എന്താക്കുന്നു? ഇസ്രായേൽ. ഒരു വലിയ വർധനവ് വരുന്നു. അതൊരു ജനതയായി മാറുന്നു, അതൊരു ഭൂപ്രദേശമായി മാറുന്നു, അതൊരു രാഷ്ട്രമായി മാറുന്നു. പ്രൈസ് ഗോഡ്. കുഞ്ഞെ, ദൈവം അനുഗ്രഹിച്ചാൽ അതിനെ ബ്ലോക്ക് ചെയ്യാനോ അതിനൊരു ബൗണ്ടറി നിശ്ചയിക്കാനോ ആർക്കും പറ്റില്ല. ഇന്ന് രാത്രി പരിധിയില്ലാതെ ഉപാധികളില്ലാതെ നിന്നെ മാനിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ, സ്തോത്രം, സ്തോത്രം. അവനെ ലക്ഷ്യസ്ഥാനത്ത് ദൈവം കൊണ്ടെത്തിക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ കാണുന്നു യഹോവയുടെ ഭീതി ആ ദേശത്തിന് മേൽ. 5-ാം വാക്യം നോക്കി, 35-5 എന്തെഴുതിയിരിക്കുന്നു? സ്തോത്രം. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവിടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. സഹോദരങ്ങളെ, സ്തോത്രം. നോക്കുക, എത്ര വണ്ടർഫുള്ളായിട്ട് ദൈവത്തിൻ്റെ ലീഡിങ്ങും ദൈവത്തിൻ്റെ ഗൈഡൻസും നടക്കുന്നു. നോക്കുക, സ്വപ്നത്തിലൂടെ ഇടപെട്ട ദൈവം
പിന്നെ ദർശനങ്ങളിലൂടെ ഇടപെട്ട് ഒരുക്കപ്പെട്ട് മെരുക്കപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് നിർമ്മലീകരണം പ്രാപിച്ച് ജീവിതത്തിൻ്റെ കളവും വഞ്ചനയും കയ്പും എല്ലാം മാറി ദൈവത്തിന് പ്രിയനായി മാറിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന് പിന്നെ സ്വപ്നത്തിൽ കൂടെ സംസാരിക്കാൻ വയ്യ, ദർശനത്തിലൂടെ സംസാരിക്കാൻ വയ്യ. എനിക്ക് ഇറങ്ങി വന്ന് എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അതാണ് നമ്മൾ വായിക്കുന്നത്. 13-ാം വാക്യം 35:13 കാണുന്നു. അവനോട് സംസാരിച്ച സ്ഥലത്തു നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി. വാട്ട് എ സ്ട്രോങ് ഇന്റിമസി. ദൈവമായുള്ള സഹിത്വം. കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രിയിലും ഈ തിരുവചന വെളിച്ചത്തിൽ ദൂരത്ത് നിന്ന് സംസാരിക്കുന്നവനായിട്ട്, സ്വപ്നത്തിലൂടെ സംസാരിക്കുന്നവനായിട്ടല്ല, കർത്താവ് ഇറങ്ങി വന്ന് സംസാരിക്കാൻ. ഒരു ദിവസം ഞങ്ങളുടെ സ്തോത്രം, ഞങ്ങൾ വിറ്റൊരു ഭവനമുണ്ട്. ആ ഭവനത്തിന് കിണർ വെട്ടാനായിട്ട് സ്ഥാനം കാണാനായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കുറ്റിയടിച്ചു. എൻ്റെ വയറ്റിലൊരു തീ. മിഷൻ ഫീൽഡിൽ എവിടെല്ലാം ഞാൻ കുറ്റിയടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം പാറയാ. അതുകൊണ്ട് ഈ കുറ്റിയടിച്ചപ്പോഴും എൻ്റെ മനസ്സിലൊരു പേടി വന്നു, ദൈവമേ ഇവിടെയും പാറയായിരിക്കുമല്ലോ. രാത്രി മുഴുവൻ ഞാൻ കരയുക, കർത്താവേ ഉറവ് തരണേ. അപ്പോൾ രാത്രിയിൽ ഏതാണ്ട് വെളുപ്പിനൊരു 3 മണിയായപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. സ്തോത്രം, പ്രൈസ് ഗോഡ്. കർത്താവിനോട് പറയാണ്, അടിച്ച സ്ഥലത്തുനിന്ന് കുറ്റി മാറ്റി 10 അടി മാറ്റി വയ്ക്കുക. ഒരു നാളും വറ്റിപ്പോകാത്ത ഉറവ ഞാൻ നിനക്ക് തരും. സ്തോത്രം. പിറ്റേ ദിവസം കിണർ വെട്ടാൻ വന്ന ആൾ എന്നോട് ചോദിച്ചു, സ്ഥാനം കണ്ടോ? കണ്ട്. ആശാരിയെ വിളിച്ചു. ഞാൻ വിളിച്ചു. എങ്ങനെയുണ്ട് ആശാരി? നമ്പർ 1 ആശാരി. മോർ ദാൻ എ കാർപ്പൻ്റർ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വെട്ടി ദൈവമക്കളെ, ചുറ്റുവട്ടമൊക്കെ 37 തൊടി 29 തൊടി ഉള്ളിടത്ത് 11ാമത്തെ തൊടിക്ക് ഇഷ്ടം പോലെ വെള്ളം. ദൈവം സംസാരിക്കും. നിന്റെ വിഷയത്തിന് സംസാരിക്കും, നിന്നോട് സംസാരിക്കും, നിന്റെ ജീവിത പങ്കാളിയോട് സംസാരിക്കും, നിന്റെ തലമുറയോട് സംസാരിക്കും. ഒരു നിമിഷം ദൈവത്തിന് എഴുന്നേൽക്കാമോ? സ്തോത്രം. ഇത് എൻ ടൈമാണ്. ഈ നാളുകളിൽ വലിയ ആത്മഭാരമുള്ളവരായി നമുക്ക് തീരാം. കർത്താവേ, നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടാൻ ക്രിസ്തുവിൻ്റെ പത്രമായി, ക്രിസ്തുവിൻ്റെ സുഗന്ധമായി, ക്രിസ്തുവിൻ്റെ വെളിച്ചമായി, എൻ്റെ ഭാഷയിൽ വചനത്തിൽ ഈ പറഞ്ഞാൽ ഒരു ദൈവപുരുഷനായി ജീവിപ്പാനുള്ള കൃപ, ഒരു ദൈവഭക്തയായി ജീവിപ്പാനുള്ള കൃപ ഈ എൻ ടൈമിൽ എനിക്ക് തരണമേ എന്ന് ആദരം തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? സ്തോത്ര 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 സ്തോത്രം. കർത്താവേ, നശിച്ചു പോകുന്ന ആത്മാക്കളെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ അവനോട് സംസാരിച്ച സ്ഥലത്ത് നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി. ദാറ്റ് മീൻസ് ഇറങ്ങി വന്നു സംസാരിക്കാൻ. സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന ആളുകളോട് സംസാരിക്കണമെങ്കിൽ എത്രമാത്രം ഇഷ്ടപ്പെട്ടു, എത്രമാത്രം ദാഹിക്കുന്നു. എന്നോട് അടുത്തു വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്തു വരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മാനമിളകാതെ നിന്മാനം പതറാതെ നിന്മാനമിളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ.
നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. തീച്ചൂള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂ ജയിലറ ഈർച്ചവാളോ മരണമോ വന്നിടട്ടെ. തീച്ചൂള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂ നീലാറായീർച്ചവാളോ മരണമോ വന്നിടട്ടെ. ഓ നിന്മാനം ഇളകാതെ നിന്മാനം തകരാതെ നിന്മാനം ഇളകാതെ നിന്മാനം തകരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെ എന്നും കരങ്ങളെ ഉയർത്തിപ്പാടാം. ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള ദൈവസഭയോടും അഭിഷിക്തനോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കേൾക്കപ്പെട്ട ദൂതിൻ്റെ സന്ദേശത്തിന് മുൻപാകെ സമർപ്പിക്കാം. കർത്താവ്, എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. ഞാൻ അങ്ങയോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയോട് സംസാരിക്കാനിരിക്കുമ്പോൾ എൻ്റെ ജീവിതകാര്യങ്ങളൊക്കെ നിരപ്പിലാക്കിയ എൻ്റെ കൂട്ടായ്മയോട്, സമൂഹത്തോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, കൂട്ടുവിശ്വാസികളോട് നിരപ്പ് പ്രാപിച്ചു. അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞാൻ അങ്ങയുടെ പാതപിടയിരിക്കും. ഭൂമിയുടെ പിറപ്പിലെ നന്മകളൊക്കെ ഞാൻ അനുഭവിച്ചു. ദൈവം എനിക്ക് നന്മകളെ തന്നു. നല്ല ദാനങ്ങളെ എനിക്ക് ധാരാളമായി തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇനി ശിഷ്ടായുസ് എനിക്ക് ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം വേണം. ഉയരത്തിൽ അനുഗ്രഹം വേണം. യാബോക്കിൻ്റെ കടവിൽ യാബോക്ക് ദൈവത്തിൻ്റെ പാതവിടെ മുട്ടുമടക്കി കരഞ്ഞതുപോലെ കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞാനും അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കി കരയാൻ താല്പര്യപ്പെടുന്നു. നിരാത്തിൽ എത്ര പേര് തീരുമാനിക്കും? ആ ശബ്ദം നീ കേട്ടാൽ നീ അനുഗ്രഹിക്കപ്പെടും. ആ ശബ്ദം നിന്നെ വിടുവിക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദം നിന്നെ അനുഗ്രഹിക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദം നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ശബ്ദമാണ്. നിന്റെ ശബ്ദം നിന്നോട് സംസാരിക്കാൻ ഇറങ്ങി വരുന്നൊരു ദൈവം. അവൻ ഇതുവരെ ദൂരത്ത് നിന്ന് സംസാരിച്ചെങ്കിൽ നിന്റെ അടുത്തേക്ക് അവൻ ഇറങ്ങി വരികയാണ്. യാക്കോബേ, നീ എന്നെ വിടെ, എനിക്ക് കയറിപ്പോണം. അടുത്ത് വന്ന് സംസാരിക്കുന്ന ശബ്ദം. ഇനി അവൻ ദൂരെ നിന്നല്ല സംസാരിക്കുന്നത്, അടുത്ത് വന്നാ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെനിക്ക് ഇടയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ രാത്രിയിലെ മീറ്റിംഗിൽ കൂടി, ശുശ്രൂഷയിൽ കൂടി ഞാൻ ആ കൃപയിലേക്ക് അടുക്കുകയാണ്. ഞാൻ ആ അനുഭവത്തിലേക്ക് ഞാൻ നടക്കുകയാണ്. തീരുമാനിക്കുന്ന വലങ്കരമാരോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച്, അന്ത്യം വരെ നമ്മോട് കൂടെ ഇരിക്കുന്നവനായൊരു ദൈവം, വഴിയിൽ തള്ളിയിട്ടിട്ട് പോകാത്തവനായ ദൈവം, അന്ത്യം വരെ സംസാരിക്കുന്നവനായ ദൈവം, അവൻ്റെ ശബ്ദം നമ്മളെ തേടി വരികയാണ്. ആ ശബ്ദത്തിൻ്റെ ഉറവിടം നമ്മുടെ അടുത്ത് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നിന്റെ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്. വെളിപ്പാടുകാരൻ യോഹന്നാൻ എഴുതി വെച്ചതുപോലെ എന്നോട് സംസാരിച്ച നാദം കേൾപ്പാൻ ഞാൻ തിരിഞ്ഞു. ഇന്ന് രാത്രി ഒരു തിരിവ് കർത്താവിലേക്ക്, ആ ശബ്ദത്തിന് ഉറവിടത്തിലേക്ക് ഒരു തിരിഞ്ഞു വരുന്നൊരനുഭവം ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൂടി കൈവരിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
രക്തം ജയം, രക്തം ജയം, രക്തം ജയം. കുടപ്രഭേ, നീ നിരാശയായി മടങ്ങുകയില്ല. കഴിഞ്ഞ നാളുകൾ നീ ചോദിച്ച ചോദ്യങ്ങൾക്ക്, കഴിഞ്ഞ ആഴ്ചകളിൽ നീ അവനോട് പറഞ്ഞ കാര്യങ്ങൾക്ക് അവൻ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ പോകുകയാണ്. അവൻ നിന്നെ സ്പർശിച്ച് സംസാരിക്കാൻ പോകുകയാണ്. നീ ജയിക്കത്തക്ക നിലയിൽ അവൻ നിന്നോട് അവനൊന്ന് പരിമിതപ്പെട്ടു വരികയാണ്. വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, പ്രൈസ് ദി ലോർഡ്, നീ ജയിക്കാൻ അവൻ അവസരം ഒരുക്കി തരികയാണ്. ആ അവസരമായിരിക്കട്ടെ ഉപവാസ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വൈകിയ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകൾ ഞങ്ങൾ അങ്ങേ സന്നിധിയിലിരുന്നു, അങ്ങേ പാടി ആരാധിച്ചു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, തുടർന്നുള്ള സമയം അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുകയായിരുന്നു. കേൾക്കപ്പെട്ട ആലോചനകൾക്ക്, കേൾക്കപ്പെട്ട ശബ്ദത്തിന് അനുസരണം വരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ശബ്ദത്തിനനുസരിച്ച് കാഴ്ചപ്പാടുകളെ വെച്ച് മുൻപോട്ട് ചെന്ന് നിൽക്കുവാൻ, അടുത്ത ആലോചന അവിടെ വെളിപ്പെടുമെന്നുള്ള ബോധ്യത്തോടെ, അടുത്ത ശബ്ദം അവിടെ ഞങ്ങളെ തേടി വരുമെന്നുള്ള ബോധ്യത്തോടെ ഒരു ഫിലിപ്പോസ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നീങ്ങിയതുപോലെ ചില ഷണ്ണന്മാരുടെ തേരിനോട് ചേർന്ന് നടക്കത്തക്ക നിലയിൽ കർത്താവേ, അങ്ങ് പറഞ്ഞിടം വരെ ഞങ്ങൾ വന്നു നിൽക്കുവാൻ, അങ്ങ് ചൂണ്ടിക്കാണിച്ചിടം വരെ വന്നു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ രഗതന ജഗരതക സപ്തന ഫിലിപ്പോസേ, നീ തേരിനോട് ചേർന്ന് നടക്കാം. കർത്താവേ, ആ നിർജ്ജനമായ വഴിയിൽ വന്നു നിന്നപ്പോൾ ഫിലിപ്പോസിനെ തേടി വന്ന ശബ്ദം പോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശബ്ദം കേട്ട് ചില കുടുംബങ്ങളിലേക്ക്, ചില വ്യക്തികളിലേക്ക് ചെല്ലുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാനുള്ള ശബ്ദം ഇനിയും ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവേ, തലമുണയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവർ ഉച്ചമുതള്ളങ്കാലം വരെ കുഞ്ഞാടിന്റെ രക്തം തെളിച്ച് മുദ്രയുടെ പ്രാർത്ഥനയുടെ കോട്ട നിന്റെ മക്കൾക്ക് ചുറ്റും കെട്ടുകയാണ്. കർത്താവേ, ആരും വഴിയിൽ അലഞ്ഞു പോകരുത്, ജീവിതത്തിൽ ഉലഞ്ഞു പോകരുത്. കർത്താവേ, ഹല്ലേലൂയ. അവരവരുടേതായ ആവശ്യങ്ങളുടെ മുഖത്ത് പതറിപ്പോകാൻ ഇടയാകരുത്. കർത്താവ് സർവ്വ ആശ്വാസത്തിന്റെ ഉടയവനായ ദൈവമാകയാൽ നിന്റെ മക്കളെ ആശ്വസിപ്പിച്ചും ബലപ്പെടുത്തിയും ധൈര്യപ്പെടുത്തിയും അനുഗ്രഹിച്ചും അയക്കുന്നവൻ കൃപകൾക്കായി സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ വചനത്തിൽ ഐശ്വര്യമായി ശുശ്രൂഷ ഞങ്ങളുടെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസനെ അനുഗ്രഹിച്ചാണ് ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വീണ്ടും ശക്തിയോടെ ഉപയോഗിക്കുമാറാകണമേ. ഞങ്ങളെ ബലപ്പെടുത്തി അയക്കണമേ. കർത്താവേ, മടക്കി യാത്രയിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ കടന്നു വരാൻ പറ്റുന്നവരെല്ലാവരും വരുവാൻ സാഹചര്യം സാവകാശം ഒരുക്കുമാറാകണമേ. നാളെ രാത്രിയുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും തക്ക സമയത്ത് ഹോളിലെത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് ഞങ്ങൾക്ക് നിറവേറ്റി തന്നാട്ട്. ഭാരിച്ച ആവശ്യങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. കർത്താവെ, വലിയവ ചെയ്യണമേ. വിശ്വാസത്താൽ ഞങ്ങൾ കാഴ്ചപ്പാടുകൾ വെച്ചിരിക്കുകയാണ്. കർത്താവേ, ആമേൻ. ആ വിശ്വാസത്തിന്റെ തികവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥന കേട്ട കർത്താവിന്, നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന്, വചനം തന്ന കർത്താവിന് കരമുയർത്തി നന്ദിയോടെ സ്തോത്രം പാടിക്കാട്ടെ. ഒരു പ്രാവശ്യം കൂടെ ശക്തിയോടെ പിതാവായ ദൈവത്തിന് അനുഗ്രഹം, പുത്രനായ ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലെ നാം എല്ലാവരോടു കൂടെയും ഭൂമിയുടെ പരപ്പുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്നു മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ രഹസ്യ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.